അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സംസാരിക്കുന്നത് അബ്ദുൽ ഹക്കീം അഷ്റഫി കോട്ടക്കലാണ്. എൻ്റെ പ്രിയ കൂട്ടുകാരൻ. നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ കാര്യങ്ങളിൽ അൽഹംദുലില്ലാഹ് സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിനു വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു, നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം, പ്രയാസപ്പെടുന്നവരുടെ കണ്ണീരൊപ്പാൻ നാം ഉണ്ട് കൂടെ എന്ന ഉറപ്പോടുകൂടി നാം അതിലേക്ക് മുന്നിട്ടിറങ്ങുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഏത് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്കും അവരുടെ പ്രയാസങ്ങൾ എന്താണെന്ന് കേൾക്കാമെങ്കിലും നാം ഒരു മനസ്സ് കാണിച്ചാൽ അത് വലിയൊരു പ്രതിഫലമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയ മുഹിബീങ്ങളോട്, നിങ്ങളാൽ കഴിയുന്നത് 10 രൂപയാണെങ്കിൽ ആ ഒരു 10 രൂപ ബഹുമാനപ്പെട്ട മുജീബ് ഉസ്താദിന്റെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. അവർക്ക് നിങ്ങൾക്ക് പകരം നൽകാൻ കഴിയുന്നത് ദുആ മാത്രമാണ്. ഇൻഷാ അല്ലാഹ് മരിക്കുന്നത് വരെ നിങ്ങൾക്ക് എപ്പോഴും അവിടെയൊക്കെ ദുആ ഉണ്ടാവും. അല്ലാഹു തആല നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സദഖ അല്ലാഹു നാളെ ദുനിയാവിലും ആഖിറത്തിലും വലിയ ഫലമുള്ള സദഖയായി അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അള്ളാഹു തആല അതിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാവിധ ആഫത്ത് മുസീബത്തുകളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് അള്ളാഹു നമ്മുടെ ജീവിതത്തിലും ആയുസ്സിലും ജോലിയിലും സമ്പത്തിലൊക്കെ അള്ളാഹു വലിയ ബറക്കത്ത് അള്ളാഹു എത്തിത്തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ദുആ വസിയത്തോടെ മുജീബ് അഷ്റഫിയുടെ കൂട്ടുകാരൻ അബ്ദുൽ ഹക്കീം അഷ്റഫി അഭ്യർത്ഥിക്കുന്നു. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും. ഉസ്താദിനെ തന്നെ നമ്മൾ എടുക്കുക. ഉസ്താദ് മശായിഖന്മാരുമായി ബന്ധപ്പെട്ട് നീങ്ങിയതിന്റെ ശേഷം, അതിന് മുമ്പുള്ള പിന്നെ എടുത്തിട്ട് കാര്യമില്ല, അത് ചിലപ്പോൾ പല ജീവിതത്തിലും ഉണ്ടാവും. ഉസ്താദ് മശായിഖന്മാരുമായി ബന്ധപ്പെട്ട് ജീവിച്ചതിന്റെ ശേഷം എല്ലാ ഔലിയാക്കന്മാരെയും അംഗീകരിക്കുകയും അവർക്ക് വേണ്ടി ജീവിക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുരുവട്ടൂരികൾ തോന്നിവാസികളാണെന്നും കുരുവട്ടൂരിസം പറയുന്നതെല്ലാം തോന്നിവാസമാണെന്നും നൗഷാദിന് പണ്ഡിതന്മാരുടെ കുരുത്തക്കേട് ലഭിച്ചതാണെന്നും അവരെ വിട്ടുനിൽക്കണമെന്നും അമ്പലക്കടവ് അബ്ദുൽ ഹമീദ് ഫൈലി ഒരു സാധാരണക്കാരൻ്റെ ചോദ്യത്തിനുത്തരമായിട്ടാണ് അബ്ദുൽ ഹമീദ് ഫൈലി അമ്പലക്കടവ് പ്രതികരിച്ചിട്ടുള്ളത്. കുരുവട്ടൂരികൾക്കെതിരെ ഔദ്യോഗികമായി ഇ.കെ. വിഭാഗം സംസ്ഥയിൽ നിന്ന് ഒരാളും പ്രതികരിക്കാത്ത സാഹചര്യത്തിൽ അബ്ദുൽ ഹമീദ് ഫൈലി അമ്പലക്കടവിൻ്റെ ഈ പ്രസ്താവന ശ്രദ്ധേയമാണ്. വരും ദിവസങ്ങളിൽ കുരുവട്ടൂരികൾക്കെതിരെ ഇ.കെ. വിഭാഗം സംസ്ഥയിൽ നിന്ന് പ്രതികരിക്കുമെന്ന സൂചന കൂടിയാണ് അബ്ദുൽ ഹമീദ് ഫൈലിയുടെ ഈ പ്രസ്താവന എന്ന് നാം മനസ്സിലാക്കുകയാണ്. കഴിഞ്ഞ വർഷം തന്നെ അബ്ദുൽ ഹമീദ് ഫൈലി പരോക്ഷമായി എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും കുരുവട്ടൂരികളുടെ ആശയം പേച്ചതാണെന്നും CM വലിയുല്ലാഹി ലോകം നിയന്ത്രിക്കുന്നയാളാണെന്നും CM വലിയുല്ലാഹിക്ക് ഇല്ലാത്ത കറാമത്തുകൾ ഉണ്ടെന്ന് പറഞ്ഞു കുരുവട്ടൂർ ഷെയ്ഖ് ഇല്ലാത്ത കറാമത്തുകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതിനെയും അദ്ദേഹം വളരെ നിശിതമായി തന്നെ വിമർശിച്ചിരുന്നു. മതനിരാസത്തിലേക്കും യുക്തിവാദത്തിലേക്കും പോകുന്ന ഇത്തരം കറാമത്ത് കഥകളും പരാമർശങ്ങളും ഒഴിവാക്കേണ്ടത് തന്നെയാണ്. ബന്ധപ്പെട്ടവർ അത് നിയന്ത്രിക്കണമെന്നും ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈലി അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെ അദ്ദേഹം പറയുകയുണ്ടായി. ഇനിയും ഇത്തരം കള്ളക്കറാമത്തുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലും നിന്ദിക്കുന്ന വിധത്തിൽ ഒരു ഷെയ്ഖിനെ വലുതാക്കി കാണിക്കുന്നത് നിർത്തിവെച്ചില്ല എങ്കിൽ ശക്തമായി പ്രതികരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അതിനൊരു തുടക്കമാണോ എന്ന സംശയം വരും ദിവസങ്ങളിൽ ഈ പ്രതികരണത്തോട് കുരുവട്ടൂരി വിഭാഗത്തിന്റെ പ്രതികരണവും നമുക്കറിയേണ്ടതുണ്ട്. അബ്ദുൽ ഹമീദ് ഫൈലി അടക്കമുള്ള പ്രമുഖ നേതാക്കന്മാർ അവർ പേച്ചവരാണെന്ന് പറയുകയും ശംസുൽ ഉലമയുടെ പേര് വെച്ചുകൊണ്ട് അവർ നടത്തുന്ന നാടകങ്ങൾ കണ്ടില്ലെന്ന് നടക്കുകയും ചെയ്യുമ്പോൾ അനുയായികൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാവാൻ അത് കാരണമാകും. അതുകൊണ്ട് തന്നെ ഇ.കെ. വിഭാഗം സമസ്തയിൽ നിന്ന് അതിൻ്റെ നേതാക്കളിൽ നിന്ന് അതിനെതിരെ ശക്തമായി പ്രതികരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇ.കെ. വിഭാഗം സമസ്തയിൽ അള്ളിപ്പിടിച്ചു കയറാനും ഇ.കെ. വിഭാഗത്തിൻ്റെ സപ്പോർട്ട് ലഭിച്ചൂരി മാസങ്ങളായി കുരുവട്ടൂരി വിഭാഗം നടത്തിക്കൊണ്ടിരിക്കുന്ന ക്യാമ്പയിൻ വിജയിച്ചില്ല എന്നുകൂടി വേണം അബ്ദുൽ ഹമീദ് ഫൈലിയുടെ ഈ പ്രതികരണത്തോടുകൂടി മനസ്സിലാക്കാം. അബ്ദുൽ ഹമീദ് ഫൈലി കുരുവട്ടൂരികൾക്കെതിരെ ഇത്ര ശക്തമായി പ്രതികരിച്ചിട്ടും കുരുവട്ടൂരി വിഭാഗത്തിൽ നിന്ന് ഒരാൾ പോലും പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. വരും ദിവസങ്ങളിൽ അവരുടെ പ്രതികരണം
എന്തായിരിക്കുമെന്ന് കാത്തിരിക്കുകയാണ് കുരുവട്ടൂർ. ഷംസുൽ ഉലമക്ക് എന്ത് പേച്ചു എന്ന ശീർഷകത്തോടുകൂടി അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ക്യാമ്പയിൻ നിർത്തിവെക്കേണ്ട സാഹചര്യത്തിലേക്കാണോ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെന്ന് അനുയായികൾ പോലും സംശയിച്ചു നിൽക്കുന്ന പ്രസ്താവനയാണ് അമ്പലക്കടവ് അബ്ദുൽ ഹമീദ് ഫൈലിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. നമുക്ക് അബ്ദുൽ ഹമീദ് ഫൈലിയുടെ പ്രതികരണത്തിലേക്ക് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഉസ്താദ് തിരക്കിലാണോ? ഞാൻ ഉസ്താദ് ഓൺലൈനിൽ ഉണ്ടോ അല്ലേ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് ഒരു മിസ് കോൾ അടിച്ചിരുന്നു. അങ്ങോട്ട് ഒരു ചെറിയ സംശയം ചോദിക്കാൻ വേണ്ടിയിട്ടേനു. പിന്നെ ചെറുശ്ശേരി ഉസ്താദ് പ്രസംഗിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. പിന്നെ മഹാനായ CM വലിയുല്ലാഹിക്ക് ജദ്ബിന്റെ ഹാല് ഉണ്ടായിട്ടുണ്ട്. മജ്ദൂബായ വലിയാണ്. റമദാനിലെ പച്ചപ്പകലിൽ ഭക്ഷണം കഴിക്കുന്നത് ചെറുശ്ശേരി ഉസ്താദ് നേരിട്ട് കണ്ടു. ഇത് പറഞ്ഞിട്ടാണ് ഉസ്താദ് പറഞ്ഞത് മജ്ദൂബായ വലിയാണ്. അപ്പൊ ജദ്ബിന്റെ ഹാല് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നെ കുഴപ്പമില്ല. അങ്ങനെ ശരീഅത്തിന്റെ നിയമങ്ങൾ അപ്പോ ബാധകം അല്ല എന്നുള്ളതാണല്ലോ നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത്. അപ്പൊ അത് കുഴപ്പമില്ല. പക്ഷെ അത് പാടെ നിഷേധിക്കുകയാണ് ഈ നൗഷാദ് അഹ്സനി കൂട്ടരും. അങ്ങനെ ഒരു ജദ്ബിന്റെ ഹാല് CM വലിയുല്ലാഹിക്ക് സംഭവിച്ചിട്ടില്ല എന്ന് പറയാണ്. അപ്പൊ ഇത് രണ്ടും പാടെ പിന്നെ കേൾക്കുമ്പോൾ ഇഷ്കാലുണ്ട്. കാരണം ചെറുശ്ശേരി ഉസ്താദ് പറഞ്ഞതാണ് നമുക്ക് അവിടെ സ്വീകാര്യത ഉള്ളത്. ജദ്ബിന്റെ ഹാല് സംഭവിച്ചിട്ടുണ്ട്. കാരണം നേരിട്ട് ഭക്ഷണം കഴിക്കുന്നത് കണ്ടു എന്നാണല്ലോ പറയുന്നത്. അപ്പൊ ജദ്ബിന്റെ ഹാലിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകാം. പക്ഷെ അത് പാടെ നിഷേധിക്കുകയാണ് ഈ നൗഷാദ് അഹ്സനി കൂട്ടരും. ഇപ്പൊ പറഞ്ഞ് ഈ അഹ്സനി പറയുന്നത് CM വലിയുല്ലാഹി അനല്ലാഹ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഒരു ജദ്ബിലും അല്ല. അത് പിന്നെ സ്വബുദ്ധിയോടെ സ്വയബോധത്തോടെ തന്നെ പറഞ്ഞതാണ്. എന്നാലും ആ പറഞ്ഞത് കുഴപ്പമില്ല. അങ്ങനെ പറഞ്ഞാൽ ഒന്നും ഇവിടെ സംഭവിക്കൂല, കുഫ്രിയത്തൊന്നും സംഭവിക്കൂല. ആ തെക്ലീഫില് പറഞ്ഞ തന്നെയാണത് എന്നുള്ളൊരു വാദം കേട്ടു. അത് എത്രമാത്രം ശരിയാകും എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ തെക്ലീഫിന്റെ സമയത്ത് അനല്ലാഹ് എന്നൊരാൾ പറഞ്ഞാലേ, CM വലിയുല്ലാഹി എന്നല്ല ഏതെങ്കിലും ഒരാൾ പറഞ്ഞാലേ അതൊരു കുഫ്രിയത്തിന്റെ വാദം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത്. അത് എന്താണ് അതിന്റെ ഒരു ഇത് ഉസ്താദ് ഒന്ന് വിശദീകരിച്ചു തരുമോ? ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. വലിയ അവരെ വിട്ടൊക്കെയാണ് നല്ലത്. അവർ പറയണൊന്നും ശരിയല്ല. പിന്നെ അതിന്റെ ബാക്കിൽ തീരെ സംശയത്തിന് വേണ്ടി കൂടും വേണ്ട. അവർക്കൊക്കെ ആരെങ്കിലും ഗുരുത്തക്കേട് ഉണ്ടാവും. അതുകൊണ്ടാണ് ഇങ്ങനെ തോന്നിവാസം വിളിച്ച് പറയണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതും. ഇത് മാത്രമല്ല കുറേ തെറ്റായ കാര്യങ്ങൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അസ്സലാമു അലൈക്കും.